My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് see what I can feel or what I can see is ചില ആളുകൾ എവിടെയോ ഇരിക്കുകയാണ്. മേ ബി ഒറ്റയ്ക്കായിരിക്കാം, മേ ബി കുറേ ആൾക്കാരുടെ കൂടെ ആയിരിക്കാം. ബട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ പോകുന്നുണ്ടായിരിക്കാം, എന്തൊക്കെയോ ഐഡിയാസ്, പ്ലാനിങ്, എൻ്റെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, റൈറ്റ്? സോ മേ ബി നിങ്ങൾക്കറിയില്ല അതെങ്ങനെയാണ് വർക്ക് ആവാൻ പോകുന്നത്, ഓർ എങ്ങനെയാണ് അതൊന്ന് പുറത്തേക്ക് വരാം, എങ്ങനെയാണ് അത് സംഭവിക്കാം, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യാം. ഈവൻ നിങ്ങൾ ഒരുപാട് ക്രൗഡിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറമേ വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം കാണുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ നിങ്ങൾ പുറമേ വളരെ പ്ലസൻ്റ് ആയിട്ട് തന്നെയായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക. അവർ പുറമേ നിങ്ങൾ എന്താണോ കാണിക്കുന്നത് അതല്ല നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പുറമേ നിങ്ങൾ മേ ബി ആളുകൾ നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ കഴിവ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ ഡൗട്ട് ചെയ്യുന്ന ഒരു പ്ലേസിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കും ഈ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെയോ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി പവർ എന്താണ്, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പവർ എന്താണ്, നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ആഗ്രഹിക്കുന്നത്, അല്ലേ? സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അത്ര ഡീപ്പായിട്ടുള്ളൊരു ഡിസയറാണ്, റൈറ്റ്? അത് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്കതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. സോ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അതായത് എങ്ങനെയാണോ നിങ്ങൾ പുറമേ, അങ്ങനെയല്ല നിങ്ങൾ അകത്ത് ഉള്ളത്, റൈറ്റ്? സോ ചില ആളുകൾ നിങ്ങൾ പുറമേ വളരെ ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, പക്ഷേ അകത്ത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടായിരിക്കണം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനായിട്ടോ ഫിയർ ഒക്കെ തരുന്നുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് എന്തവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും എന്നും ഇതേപോലത്തെ ഒരു അവസ്ഥ ആയിക്കൊള്ളണമെന്നില്ല. സോ ചില സമയത്ത് നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കുമോ, നമുക്കിതൊന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുമോ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലേ? സോ നിങ്ങൾ ലൈഫ് അങ്ങനെ തന്നിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ട്. സോ ഈ സമയം നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്, അത് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു ടൈമിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു സമയത്ത് ഇതുപോലെ നിങ്ങൾ സ്വയം ഇങ്ങനെ ഡൗട്ട് ചെയ്ത് നിന്നിട്ടുള്ള പ്ലേസിൽ എങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഡീൽ ചെയ്തു, ഓവർകം ചെയ്ത് പുറത്തേക്ക് വന്നു, അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ, നിങ്ങൾക്കൊരു വലിയൊരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിലും അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും, എവിടെ നിന്ന് വരും, നിങ്ങളത് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു ജോബല്ല ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ചില സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് എങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ സാധിക്കും അത് കൊടുക്കാം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ പോവുക, എന്തോ ആയിക്കോട്ടെ, സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്യുക. എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എങ്ങനെയാണോ സിറ്റുവേഷൻ ആളുകളെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് നടന്നു പോവാം. ബിക്കോസ് എന്നും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, സിറ്റുവേഷൻ അവിടെ മാറും. സോ ഐ ഡോണ്ട് നോ, ഈ ഒരു സമയത്ത് അഗെയിൻ ഈ റീഡിങ് ഈ സമയത്ത് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ ഫീൽ ആരൊക്കെ ഒരു മെസ്സേജ് കേൾക്കേണ്ടതായിട്ടുണ്ട്, റൈറ്റ്? സോ എനിക്ക് നിങ്ങളെ അറിയുന്നുണ്ടാവില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾ എൻ്റെ വോയിസും അല്ലെങ്കിൽ എന്നെ കാണുന്നേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ നിങ്ങളോട് എനിക്ക് വലിയൊരു അടുപ്പം തോന്നുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സെൻഡിങ് ഒരുപാട് സ്നേഹം, a big hug. സോ ധൈര്യമായിട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്യാം, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു കൺട്രോൾ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്താണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാം. നമ്മുടെ മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്നില്ലേ, അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ധൈര്യമായിട്ട്. അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആക്ച്വലി നിൽക്കുന്നത്. ചില ആളുകൾ
ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജും അതാണ്. ഓക്കെ, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഓക്കെ, എക്സാക്ട്ലി ഐ ഡോണ്ട് നോ വൈ ഡിഡ് ഐ സേ ദാറ്റ്. നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അങ്ങനെയാണ്. സോ നിങ്ങൾ എന്താണോ പേടിക്കുന്നത്, എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു നിങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെയല്ല. ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പേടിക്കുന്നത് പോലെ ചില സിറ്റുവേഷൻ സംഭവിക്കാൻ പോകുന്നില്ല. അത് അടുത്ത സെക്കൻഡിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയാം. അടുത്ത സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഹോം എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ടുണ്ടാവുന്ന ചില ക്ലാഷസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഫിക്സ് ചെയ്യുന്ന ആലോചിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അടുത്ത മൊമെന്റിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ആളുകളിൽ മാറ്റം സംഭവിക്കും, സിറ്റുവേഷനിൽ മാറ്റം സംഭവിക്കും. അല്ലെങ്കിൽ അടുത്ത നിമിഷമായിരിക്കാം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ആ ഒരു പ്ലേസിലേക്ക്, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ആ ഒരു ആളുകളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ റീബിൽഡ് ചെയ്യുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒരു അഴിച്ചു പണിയൽ പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്, കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ ഉണ്ടാവുന്നത്. ആൻഡ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിലായിക്കോട്ടെ, സിറ്റുവേഷനിലായിക്കോട്ടെ, ഓർ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു അഷ്വറൻസ് ഉണ്ട്, ഒരു ലോങ് ലാസ്റ്റിംഗ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഇമോഷണലി ആയിരിക്കാം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എന്ത് അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറായിട്ടോ കുട്ടികളായിട്ടോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ തരുന്നുണ്ടെങ്കിൽ, ഇല്ല നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ആളുകൾ, അവർ എന്താണോ നിങ്ങൾ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തതായിരിക്കാം. കുറച്ച് ആളുകൾക്ക് നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്നത്, ഗ്യാദർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പവറാണ്. അവർ നിങ്ങൾ എന്തൊരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ എന്തൊരു കാര്യം നിങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അത് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ പാഷനായിരിക്കാം, നിങ്ങൾക്ക് അത്രയും ചെയ്യണം ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആണ്. അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യോ, നിങ്ങൾ ചില കാര്യങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമറെ കിട്ടുമോ, റൈറ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ കിട്ടുമോ, റൈറ്റ് ആയിട്ട് നിങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ, റൈറ്റ് ആയിട്ട് നിങ്ങൾക്കത് എവിടെയാണോ എത്തിക്കേണ്ടത് അങ്ങനെ എത്തിക്കാൻ സാധിക്കുമോ, അതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റീഅഷുറൻസ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തുടങ്ങാൻ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിരിക്കും ഫോർ ഷുവർ. നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ഉണ്ടാവുകയാണ്, നിങ്ങൾ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാണ് നിങ്ങളെ. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, അതിൽ നിങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻസ് വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ കൂടുതൽ നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. സോ അവിടെ ഒരുപാട് കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി, സ്പിരിച്വലി, ഫൈനാൻഷ്യലി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എക്സാക്ട്ലി ഗായ്സ്. സോ ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, അതായത് നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, റൈറ്റ് ആയിട്ടുള്ള പാർട്സിലാണ്, ഓർ എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് അതൊക്കെ സംഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ്. അതൊക്കെ ആ ഒരു നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റോറിന്റെ ഭാഗമായിട്ട് പോകുന്നൊരു കാര്യമാണ്. സോ ചില മൂവീസ് കാണുന്ന സമയത്ത് ഇതിന്റെ ക്ലൈമാക്സ് എന്താവുന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലേ? സോ നിങ്ങൾ മേ ബി അതായിരിക്കും ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത് അതൊക്കെ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് സന്തോഷമായിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, കൺഫ്യൂഷൻ ആയിക്കോട്ടെ, സ്ട്രഗിൾ ആയിക്കോട്ടെ, കോംപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഇൻസെക്യൂർ ആക്കുന്ന കാര്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്ന കാര്യം ഉണ്ടായിരിക്കണം, റൈറ്റ്? വാട്ട് എവർ, അത് നിങ്ങളെ ഒരു രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. സോ നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടാവണം, ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക. എന്തിലാണ് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ളത് അത് വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ചില സിറ്റുവേഷൻ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ബട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യം നിങ്ങൾ കൊണ്ടുപോകുന്നത്
ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്കാണ്. നിങ്ങൾക്കറിയാം, ചില ആളുകൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാവേണ്ട ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണെന്നുള്ളത്. അങ്ങനെയല്ല. സോ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നത് എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ വർക്ക് ചെയ്തേണ്ടിരിക്കുന്നത് എന്താണോ, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഈ സമയം നിങ്ങൾക്കറിയാം എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്, അല്ലെ? റിലേഷൻഷിപ്പിൽ എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, കരിയറിൽ എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഫൈനാൻഷ്യലി എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, റൈറ്റ്? ഈവൻ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല മാറ്റങ്ങളായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ചില കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിലോ, ചില സിറ്റുവേഷൻ, ചില ആളുകളൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഓർ ചില കാര്യത്തിന്റെ ഒരു ട്രൂ നേച്ചറൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്ന സമയത്തും അതൊക്കെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചാലഞ്ചസ് ആണ്. ഓക്കെ, ബട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാറ്റം, നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം, പ്ലേസ്, സ്ഥാനം, ഓക്കെ, അതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ കരിയർ, ജോബിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമാണ്. ഓക്കെ, ഫൈനാൻഷ്യലി. സോ ഇറ്റ്സ് ലൈക്ക് ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ, ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണോ കൊണ്ടുവരുന്നത്, അങ്ങനെയല്ല നാളെ ആ ഒരു കാര്യം ഉണ്ടാവുന്നത്. ഓക്കെ, സോ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടെങ്കിലും, ഇന്ന് നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അതിൽ സമൃദ്ധമായിട്ട് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. എക്സാക്ട്ലി. സോ ഈ ഒരു ടൈമിൽ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവണം, അവിടെ ചാലഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം, നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, അത് ധൈര്യമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങളെ കാമാക്കുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ഓക്കെ, ഈ ഒരു സമയത്ത് എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, ജോബിന്റെ രൂപത്തിലായിരിക്കാം, മണി ആയിരിക്കാം, സ്നേഹമായിരിക്കാം, അതും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് എല്ലാം ഒരേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ജോബിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അനുഭവം ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്? ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്നത്, അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി കൂടെ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ മാത്രമാണ് അത്. എന്ത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ കുറച്ചാണ്. അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് അവിടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് സ്നേഹം ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, ജോബിൽ സ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിക്കോട്ടെ. സോ ഇന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിലോ അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിലൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുകയാണ്, സ്പെഷ്യൽ പൊസിഷനിലേക്ക് നിങ്ങൾ വരാൻ പോവാണ്. ആൻഡ് അത് നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം, അതന്നെ നിങ്ങൾക്കൊരു മിറാക്കിളായിട്ട് തോന്നുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അതിൽ കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഈ സമയം നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്, എന്താണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം, ചില ആളുകൾക്ക് ഐ ക്യാൻ സീ ദാറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ളത്, അല്ലെ, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത്, അത് മേ ബി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്ലേസിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കുക. റൈറ്റ്? ഓർ അതൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ എക്സ്റ്റേണലി നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ, ആരൊക്കെ എന്തൊക്കെ പറയുന്നോ, സിറ്റുവേഷൻ എങ്ങനെയാണോ, അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് എവിടുന്ന് നിങ്ങൾക്കൊരു അംഗീകാരം വേണ്ട കാര്യമില്ല, അത് മോട്ടിവേഷൻ വേണ്ട കാര്യമില്ല.
സോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെ അപ്രൂവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാണ്. ചില ആളുകൾ രാവും പകലൊക്കെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ. അത് പഠിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കാം, ഓർ നിങ്ങൾക്ക് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, എൻജോയ് ചെയ്യുക. ലൈഫിൽ എന്താണോ ഇതുപോലെ നല്ലതായിട്ട് സംഭവിക്കുന്നതെങ്കിലും ചലഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളെ ഈ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.